ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ 12ാമത്തെ ജില്ലയായി പിറവികൊണ്ട അതിമനോഹരമായ രമ്യഭൂമി വയനാട് സഞ്ചാരികളുടെ മനസ്സിനെ മയക്കുന്ന പറുദീസ. കാർഷിക വന വിഭവങ്ങളുടെ കലവറയായ വസന്തഭൂമി. വയനാടിനെ പറ്റി പറയുവാൻ ഇനിയുമേറെയുണ്ട്, കാണുവാനും അതിലുമേറെ. വെൺമേഘം മെല്ലെ പൊഴിയുമോ, മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ നെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരോ താനേ. നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ. നിമിഷമേ മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ. ജൂലൈ മാസത്തിലെ ഇടവപ്പാതി മഴയുടെ ആലസ്യത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസവും പതിവ് പോലെ വയനാടും തങ്ങളുടെ കിടക്കയിലേക്ക് വന്നു. എന്നാൽ ചൊവ്വാഴ്ച അതിവെളുപ്പിനെ പാതി മയക്കത്തിൽ പതിവ് തെറ്റിക്കെട്ട് വന്ന ശബ്ദത്തിൽ അവർ ഞെട്ടിയുണർന്നു. നടുക്കം മാറും മുന്നിലെ കുത്തിയൊലിച്ചു വന്ന മരണം 4 ഗ്രാമങ്ങളെ ഒന്നാകെ കവർന്നു. 100 കണക്കിന് മനുഷ്യർ, വളർത്തുമൃഗങ്ങൾ, വീടുകൾ, കൃഷിയിടങ്ങൾ എല്ലാം ഓർമ്മയ്ക്കായി ഒരു പിടി ശേഷിപ്പ് പോലും ബാക്കിയാക്കാൻ ഒഴുകി ദൂരെ ചെളിമണ്ണിൽ പോകും. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു. സ്വരുക്കൂട്ടിയ സമ്പത്ത്, കെട്ടിപ്പൊക്കിയ കൂരി എന്നതിന് ഒന്ന് മാറിയെടുക്കാൻ ഉടുതുണി പോലും ബാക്കിയില്ലാതെ ഒന്നാകെ മണ്ണെടുത്ത് പോയ നിസ്സഹായകരായി നോക്കി നിൽക്കേണ്ടി വന്ന കഥാഭാഗ്യം. ഒരു മഴയും തോരാതിരുന്നിട്ടും ഒരു രാവും പുലരാതിരുന്നിട്ടും അതേ വയനാട് പിടിച്ചെഴുന്നേറ്റ് നിവർന്നുകൊണ്ട് മലയാളക്കരയുടെ മനസ്സും ശരീരവും രാപ്പകലില്ലാതെ വയനാട്ടിലേക്ക് ഒഴുകി. ജാതി മത രാഷ്ട്രീയ ഭേദമെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി തന്നാൽ കഴിയുന്നതൊക്കെയും ചെയ്ത് തങ്ങളുടെ സഹോദരങ്ങളെ കരം പിടിച്ചുകയാണ്. പ്രളയമായാലും പ്രകൃതിക്ഷോഭമായാലും ലോകമാഗമനമുള്ള നാം മലയാളികൾ ഒന്നാണ്. അതാണ് നമ്മുടെ ബലവും. ഐക്യമത്യം മഹാബലം. അതെ, മലയാളി പൊളിയാണ്.